എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫ് ആൻഡ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു ഓർക്കിഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഓർക്കിഡ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂക്കളല്ലേ, ഒരുപാട് ഇഷ്ടമുള്ള ചെടിയല്ലേ. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് മാർക്കറ്റുകളിൽ അഗ്രോ ബസാറിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളവിടെ ചെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ പറയുമ്പോഴത്തേക്ക് അവർ തന്നെ അത് നമുക്ക് എടുത്തു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കടകളിൽ പോയി മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, ₹1 പണച്ചിലവില്ലാതെ തന്നെ. അപ്പോൾ ഓർക്കിഡ് ചെടികൾക്ക് നല്ല വിലയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്ലാന്റിന് തന്നെ ഒരു 250 റുപ്പീസാണ്. രണ്ട് തിണക്ക് തൈയും ഒരു സ്പൈക്ക് പൂക്കളുമായിട്ട് നിൽക്കുന്നതിന് തന്നെ 250 റുപ്പീസാണ് കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് കേട്ടോ ഇതുപോലെ ഒരു പ്ലാന്റിന്. അപ്പോൾ പക്ഷേ അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ വളങ്ങളെന്ന് പറയുമ്പോഴും നല്ല വില കൂടിയ മരുന്നുകളാണ് നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നത് തന്നെ. പക്ഷെ ഗുണങ്ങളുണ്ട് കേട്ടോ, നല്ല പൂക്കുകയും തൈ വരെയെല്ലാം ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും ഇതുപോലെ കടകളിൽ നിന്ന് അത് ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന, കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇത്. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചെടിയൊക്കെ ഒഴിക്കാം, മഴയത്തും നല്ല വെയിലത്തും എല്ലാം ഒഴിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കിഡിൻ്റെ വളങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വെയിലുള്ള സമയത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. മറ്റൊക്കെ നമ്മൾ ചെടിയൊക്കെ വളമിടുന്നതെന്ന് പറയുമ്പം വൈകുന്നേരങ്ങളിലാണ്. ഇത് പക്ഷേ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ചെടിയൊക്കെ, ഓർക്കിഡ് ചെടിയൊക്കെ നമ്മൾ വളം ചെയ്യേണ്ടുള്ളത്, നല്ല വെയിലുള്ള സമയത്ത്. പിന്നെയെന്ന് പറയുന്നത്, ഈ വളമെന്ന് പറയുന്നത് ധാരാളമായി പൂക്കൾ വരുന്നതിലും കൂടുതലായിട്ട് ധാരാളം തൈകൾ, ഇതുപോലെയുള്ള തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും തോന്നുന്നത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും, നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം തൈകൾ കണ്ടോ, ഒരുപാട് തൈകൾ. ഞാനിത് ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പം 2-3 ആഴ്ച ഞാൻ യൂസ് ചെയ്തു, 3-4 ആഴ്ചയോളം ഞാനിത് യൂസ് ചെയ്ത ഒരു പ്ലാന്റാണ്. കണ്ടോ, പുതുതായിട്ട് തൈകൾ വന്നു. ഇത് കണ്ടോ, ഇതെല്ലാം തൈകളാണ് കേട്ടോ. പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയാൻ നമുക്ക് അറിയാൻ പറ്റുന്നത്, പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ ചെടികളിൽ, ഓർക്കിഡ് ചെടികളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. കൂടിക്കഴിഞ്ഞ് നമ്മുടെ ചെടി അപ്പാടെ മഞ്ഞ് രോഗം വന്ന് നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഫെർട്ടിലൈസർ ചേർക്കുമ്പോഴായാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡൈല്യൂഷൻ നമുക്ക് മനസ്സിലായിരിക്കണം, എന്നിട്ട് വേണം നമ്മുടെ പ്ലാന്റിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള വീട്ടിലുള്ള ഒരു ഫെർട്ടിലൈസർ, വീട്ടിൽ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മുടെ ഫെർട്ടിലൈസർ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടോ. ഇപ്പം ഞാൻ മഴയൊക്കെ മാറിയിട്ട് ഇതെടുത്ത് വെയിലത്ത് വെച്ചിരിക്കുകയാണ്. പൂക്കളൊക്കെ വന്നിട്ടുണ്ട്, പുതുതായിട്ട് മുട്ടൊക്കെ നിന്നത് പൂത്ത് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെയിലത്ത് എന്തിനാണ് ഇത് സ്പ്രേ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ വളമിടുന്നതെന്ന് പറയുമ്പോൾ വൈകിട്ട് വെയിൽ താന്നതിന് ശേഷമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുകയും വളമിടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ നേരെ തിരിച്ചാണ്. നല്ല വെയിൽ, എപ്പം നല്ല വെയിലുണ്ടോ ആ വെയിലത്ത് വേണം, കറക്റ്റ് പറയുന്ന ആ വെയിലത്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ആ വെയിലുണ്ടല്ലോ, ആ വെയിലത്ത് വേണം നമ്മളെപ്പോഴും ഓർക്കിഡൊക്കെ വളവും വെള്ളവും ഒക്കെ സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കാനൊക്കെ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒരുപാട് തങ്ങി നിൽക്കരുത്, അറിയാമല്ലോ, ഓർക്കിഡ് ചെടിയൊക്കെ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കരുത്, ചെടികളുടെ മുട്ടിലും ഇലകളിലും തണ്ടുകളിലും ഒന്നും. അപ്പം ആവശ്യമുള്ള വളം ഇതിൻ്റെ ഇലയിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രവർത്തനം നടന്ന് അത് പെട്ടെന്ന് തന്നെ ആ ചെടികൾക്ക് ഗുണപരമായ രീതിയിൽ കിട്ടുന്നതിന് ഏറ്റവും നല്ലത് നല്ല വെയിലുള്ള സമയത്ത് വേണം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇത് കണ്ടോ, നല്ല പോലെ പൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഷെയ്ഡാണ് കേട്ടോ, ഒരു 3D പോലെ ഫീൽ ചെയ്യുന്നൊരു പൂവാണ്. ഡെൻഡ്രോബിയം തന്നെ. ഇങ്ങനെ നിൽക്കുന്ന ചെടികളിൽ നമ്മൾ എപ്പോഴും വളം ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിനകത്ത് വളം എപ്പോഴും സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിൽക്കുക, നല്ല വെയിലത്ത് നിൽക്കുക.
അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതും കൂടി നോക്കാം. ഇലകളിലും തണ്ടുകളിലും ഒക്കെയാണ് നമ്മളിതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ പൂക്കളിൽ ഒരിക്കലും തട്ടരുത്. മുകളിൽ കാണാൻ പറ്റുന്ന വേരുകൾക്കും എല്ലാം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതൊക്കെ മൊട്ട് വന്നിരിക്കും. ഇപ്പം ഞാനിതിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു തവണ 1-2 തവണ വീതം നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഡെയിലി നമുക്ക് എന്തായാലും പാചകം ചെയ്യാനായിട്ട് തേങ്ങ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങ പൊട്ടിച്ച് ചിലർക്ക് അതിൻ്റെ വെള്ളം കളാറുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ ആ വെള്ളം എടുത്ത് അടച്ച് പുളിപ്പിച്ച് വെക്കും. പഞ്ചസാരയൊക്കെ ഇട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്, നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ പൊട്ടിച്ച് എടുക്കുന്ന വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ ധാരാളമായിട്ട് തൈകൾ വരാനായിട്ട് കണ്ടമാനം തൈകൾ വരും കേട്ടോ. ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് എൻ്റെ വേരുകളുടെ ഗ്രോത്ത് വരുന്നതും തൈകൾ വരുന്നതും. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുമല്ലോ. മുരടിക്കുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് തൈകളൊന്നും വരില്ല. നമുക്കപ്പോൾ അതിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ് ഈ തേങ്ങാ വെള്ളം വെച്ചിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്നത് ഒരു തേങ്ങയുടെ ഇതുപോലൊരു തേങ്ങ കേട്ടോ, സെയിം ഇതുപോലൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങ പൊട്ടിച്ച വെള്ളമാണിത്. ഇതിപ്പം നമ്മൾ തേങ്ങാ വെള്ളം എടുത്തിട്ട് ഡയറക്റ്റ് അതങ്ങ് യൂസ് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ എപ്പോഴും തേങ്ങാവെള്ളം എടുത്തിട്ട് അത് ഇതുപോലെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഏതെങ്കിലും ഇട്ടിട്ട് അടച്ച് വെച്ചേക്കണം. അടച്ച് വെച്ചതിന് ശേഷം അത് 3 ദിവസം ഇതുപോലെ വെച്ചേക്കണം, അനക്കം ഇല്ലാതെ ഒരിടത്ത് വെച്ചിരുന്നതിന് ശേഷം. അപ്പോൾ അത് നല്ല പുളിച്ചിട്ട് ഒരു സ്മെല്ലാണ്, വല്ലാതൊരു സ്മെല്ലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഓർക്കിഡ് ചെടിയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ എടുക്കുന്ന വെള്ളം ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ എടുത്തങ്ങ് ഒഴിക്കരുത്. ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മളെപ്പോഴും സ്പ്രേ ചെയ്യാൻ. എന്ന് വെച്ചാൽ നല്ല വീര്യമുള്ളതാണ്. അപ്പോൾ പുളിപ്പിച്ച് നല്ല വീര്യമായിട്ടിരിക്കുന്ന സാധനം നമ്മൾ ഇത്രയല്ല എടുക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഇരട്ടി വെള്ളം കൂടി എടുക്കുക, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളിലൊന്നും തട്ടരുത്. പൂക്കളിലൊന്നും തട്ടാതെ വേരുകളിലും ഇലകളിലും തണ്ടുകളിലും എല്ലാം അടിയിലും എല്ലാം പറ്റുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതിന് എടുത്ത് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പ്രെയറാണ്, എയർ സ്പ്രെയറാണ്. അതിനകത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വരും കേട്ടോ. ആ പൊടിയൊന്നും വീഴില്ല. വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ നോസിൽസാണ്. കണ്ടോ, ഇതുപോലെ ചെറിയ നോസിലാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് അടഞ്ഞു പോകും. അപ്പം ഞാനിപ്പം അത് സ്പ്രെയറിനകത്തേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിനകത്തേക്ക് ആ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ ഒഴിച്ചു. ഇനിയും അതുപോലെ തന്നെ വെള്ളം. അപ്പോൾ നമ്മൾ എത്ര തേങ്ങാ വെള്ളം എടുക്കുന്നു അതിന് ഇരട്ടിയായിട്ട് വെള്ളം ഒഴിക്കുക. നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് അടച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ തണ്ടുകളിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. മുകളിൽ കാണുന്ന വേരുകൾ എല്ലാം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ഇലകളുടെ അടികളിലും എല്ലാം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ തന്നെ തൈകൾ തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, നമ്മൾ പഴമൊക്കെ കളയുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്കുള്ള ഓർക്കിഡുകളുടെ തൈ വരുത്താനായിട്ടുള്ള ഒരു ജൈവ രീതിയിലുള്ളൊരു ഫെർട്ടിലൈസർ.
അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കിട്ടും, നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു.